വെൽക്കം ടു ദി വിന്നേഴ്സ് അക്കാഡമി ക്ലാസ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് NIOSന്റെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 21 കാളിദാസ് എന്ന ലെസൺ ആണ്. ആരാണ് കാളിദാസ്? ഇന്ത്യയിലെ ഷേക്സ്പിയർ എന്ന് വിളിക്കുന്ന മഹാകവിയാണ്. 4ഉം 5ഉം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എന്ന് പറയപ്പെടുന്നു. സംസ്കൃതത്തിലെ ഏറ്റവും വലിയ കവി. കവിത ചാതുര്യം, പ്രകൃതി ഭംഗി, മനുഷ്യവികാരങ്ങൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഈ പാഠത്തിൽ 2 കഥകളാണ് ഉള്ളത്. രണ്ടും പ്രണയകഥകളാണ്. ഒന്നാമത്തെ കഥ മേഘദൂരം. ഹിമാലയത്തിൽ ഒരു യക്ഷകനുണ്ട്. അവൻ തൻ്റെ യജമാന്റെ ശാപം കൊണ്ട് ഭാര്യയിൽ നിന്ന് വേർപിരിഞ്ഞ് ഏകാന്തയിൽ ജീവിക്കുന്നു. ആ യക്ഷകൻ ഒറ്റയ്ക്കാണ്. ഭാര്യയെ അത്രയ്ക്ക് മിസ് ചെയ്യുന്നു. പക്ഷെ എങ്ങനെ ഭാര്യയോട് സംസാരിക്കും? ഫോണില്ല, കത്തി എത്തിക്കാൻ ആളില്ല. അപ്പോൾ ആകാശത്ത് കൂടി ഒരു കറുത്ത മേഘം പോകുന്നത് അവൻ കാണുന്നു. യക്ഷകൻ മേഘത്തോട് പറയുന്നു, എടാ മേഘമേ, നീ എൻ്റെ ദൂതനാകുമോ? നീ പോയി എൻ്റെ ഭാര്യയോട് പ്രണയം പറയണം. ഞാൻ എന്നെ ഓർക്കുന്നു, വേഗം തിരിച്ചു വരാമെന്ന്. പിന്നെ യക്ഷകൻ മേഘത്തിന് വഴി പറഞ്ഞു കൊടുക്കുന്നു. നീ ഈ വഴിക്ക് പോകണം. അവിടെ നദികളുണ്ട്, പൂക്കളുണ്ട്, മയിലുകൾ നൃത്തം ചെയ്യുന്നുണ്ടാകും. ഇതാണ് മേഘദൂതം. ഇത് വെറും ഒരു കത്തും അല്ല, ഇന്ത്യയുടെ ഭൂപടമാണ്, പ്രകൃതിയുടെ സൗന്ദര്യമാണ്. ഓരോ സ്ഥലവും വർണ്ണിച്ചുകൊണ്ട് കവി സ്നേഹത്തിൻ്റെ വിരഹവേദന കാണിക്കുന്നു. ഈ പാഠം നമുക്ക് പറഞ്ഞു തരുന്നത് യഥാർത്ഥ സ്നേഹം ദൂരം കൊണ്ട് ഇല്ലാതാക്കില്ല, അത് കാത്തിരിക്കും, പ്രതീക്ഷിക്കും. പ്രകൃതിയും മനുഷ്യന്റെ വികാരങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അടുത്ത കഥ അഭിജ്ഞാന ശകുന്തളം. ഏറ്റവും മനോഹരമായ പ്രണയകഥകളിൽ ഒന്നാണ് അഭിജ്ഞാന ശകുന്തളം. ഒരു കാട്ടിൽ ശകുന്തള എന്ന സുന്ദരിയായ പെൺകുട്ടി താമസിക്കുന്നു. അവൾ ആശ്രമത്തിൽ വളർന്നവളാണ്. പ്രകൃതിയെപ്പോലെ നിഷ്കളങ്കതയുള്ള മനസ്സാണ്. ഒരു ദിവസം ദുഷ്യന്തൻ എന്ന രാജാവ് നായാട്ടിന് വരുന്നു. രാജാവ് ശകുന്തളയെ കാണുന്നു. 2 പേർക്കും പ്രണയം തോന്നുന്നു. രാജാവ് അവളെ ഗന്ധർവ വിവാഹം കഴിക്കുന്നു. തൻ്റെ മോതിരം അവൾക്ക് നൽകി പറയുന്നു, ഞാൻ കൊട്ടാരത്തിൽ പോയി നിന്നെ കൊണ്ടുപോകാൻ ആളെ അയക്കാം. പക്ഷെ എന്ത് സംഭവിച്ചു? ശകുന്തള ദുഷ്യന്തനെ ഓർത്ത് സ്വപ്നം കണ്ടിരിക്കുന്നു. കോപിയായ ദുർവാസാവ് മുനി വരുന്നു. ശകുന്തള അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല. മുനി കോപിച്ച് ശപിച്ചു, നീ ആരെയാണോ ഓർത്തിരിക്കുന്നത്? അവൻ നിന്നെ മറക്കും. ശാപം കൊണ്ട് ദുഷ്യന്തൻ ശകുന്തളയെ പൂർണ്ണമായി മറക്കുന്നു. ശകുന്തള ഗർഭിണിയായി. കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ രാജാവ് പറയുന്നു, ഞാൻ നിന്നെ അറിയില്ല. എന്തൊരു ദുരന്തം! പിന്നീട് ആ മോതിരം ആ മുക്കുവിന് കിട്ടി. അത് കണ്ടപ്പോൾ മാത്രമാണ് രാജാവിന് ഓർമ്മ വന്നത്. ഒടുവിൽ ഒരുപാട് കരച്ചിലിനും വേർപിരിയലിനും ശേഷം അവർ 2 പേരും ഒന്നിക്കുന്നു. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓർമ്മ എത്ര ദുർബലമാണ്, വിധി എത്ര ശക്തമാണ്. സ്നേഹം, കടമ, ക്ഷമ, വിധി ഇതൊക്കെയാണ് ജീവിതം എന്നാണ് ഈ പാഠത്തിൽ മനസ്സിലാകുന്നത്. ഈ കഥകൾ ഇന്ത്യൻ പാരമ്പര്യ, സൗന്ദര്യബോധം, മാനവിക മൂല്യങ്ങൾ എന്നിവ നമ്മളെ പഠിപ്പിക്കുന്നു. താങ്ക് യു ഓൾ. എല്ലാവരും എക്സാമിന് നന്നായി പഠിച്ചു പോവുക.